ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയപ്പമാണ്. ഈ ഒരു ചക്കയപ്പം നമ്മൾ അരി അരച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, പുട്ടുപൊടി വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചക്കയപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിന്ന് ഇവിടെ ഈ ഒരു ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് പഴഞ്ചക്കയാണ് എടുത്തിട്ടുള്ളത്. വരിക്കച്ചക്ക കൊണ്ടും ചക്കയപ്പം ഉണ്ടാക്കാം. ഇനി നമുക്കിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ചുള മാത്രം ഒന്ന് എടുക്കാം. ഇനി ഒരു മിക്സി എടുത്ത് നമുക്കതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കച്ചുള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു കപ്പിൽ 2 കപ്പ് ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചക്കച്ചുള അളന്നെടുത്ത അതേ കപ്പിൽ 1 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ശർക്കരയും ചക്കച്ചുളയും കൂടി അരച്ചെടുത്തത് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചക്കച്ചുള അളന്നെടുത്ത അതേ കപ്പിൽ 1 കപ്പ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചില ആളുകൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നത് അത്ര ഇഷ്ടപ്പെടില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് കോരി ഇതുപോലെ അങ്ങ് താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് സ്പൂണിൽ നിന്ന് വിട്ട് കിട്ടില്ല. ആ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇലയിൽ പരത്തിയിട്ടാണ് ഈ ഒരു ചക്കയപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ മാവ് കുഴച്ചെടുത്തത്. ഇനി നിങ്ങൾ ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചു കൊടുത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ മാവ് കുറച്ചുകൂടി ലൂസാക്കാം. അപ്പോൾ ഇത് നമ്മൾ പരത്തിയെടുക്കാനായിട്ട് വാഴയില ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു സ്റ്റൗവിൽ വെച്ച് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ടങ്ങ് വാട്ടിയെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ നമ്മളിതിൽ മാവ് പരത്തി കൊടുത്തതിന് ശേഷം ഇത് കവർ ചെയ്യുമ്പോൾ ഇല പൊട്ടിപ്പോകില്ല. ഇല്ലെങ്കിൽ ഇലയൊക്കെ പൊട്ടി മാവൊക്കെ പുറത്തേക്ക് പോകും. നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത മാവ് ഈ ഒരു സൈസിലുള്ള ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ കയ്യിൽ എണ്ണ പുരട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മാവ് ഓരോ ഇലയെടുത്ത് അതിൽ പരത്തി കൊടുക്കാം. അധികം നേരിയതായിട്ട് പരത്തണ്ട, വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇല ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് വാഴനാര് വെച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ മടക്കി കൊടുത്താൽ മതി, മാവൊന്നും പുറത്തേക്ക് പോകില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ പരത്തി കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മാവ് മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചക്കയപ്പം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇത് ചക്കയപ്പം നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ഇതുപോലെ തുറന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകും. ആ ഒരു ചക്കയുടെ മണവും എല്ലാം കൂടി അപ്പം തന്നെ കഴിക്കാൻ തോന്നും. ഇനി ഇതൊന്ന് പൊട്ടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കനത്തിൽ ഉണ്ടാക്കിയാൽ മതി. ഇതിലും കൂടുതൽ കനത്തിൽ ഉണ്ടാക്കിയാൽ വേവിക്കാൻ എടുക്കുന്ന ടൈമും കൂടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ചക്കയപ്പം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.